ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡും പഴവും വെച്ച് വളരെ ഈസി ആയിട്ട് നോമ്പ് തുറക്കി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതുപോലെ ഫോളോ ചെയ്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും അങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾ ഇതിനായിട്ട് എടുക്കേണ്ട നേന്ത്രപ്പഴം നല്ല പഴുത്തതാവുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പച്ച പഴമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇത് സെറ്റായി കിട്ടത്തില്ല. അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് മാക്സിമം പഴുത്ത പഴം എടുക്കാൻ, പഴുത്ത് നമ്മൾ കഴിക്കാതെയൊക്കെ മാറ്റി വെക്കുന്ന പഴം ഉണ്ടല്ലോ, അതെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി കുറച്ചുകൂടെയൊക്കെ കളറ് ചേഞ്ചായി വരണം. അപ്പോൾ അതുവരെ നമുക്കൊരു നോർമൽ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാര്യം ഇത് പഴുത്ത പഴമാണ്, അതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, എല്ലാ സൈഡും ഒരുപോലെ വേവാൻ. ഞാൻ പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെയൊക്കെ ഇടാം. നിങ്ങൾക്ക് എത്ര ആ ഫ്ലേവർ വേണോ ഏലക്കയുടെ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഴം ഒന്ന് പകുതി കൂടുതൽ വാടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെറുതായിട്ട് ചുരണ്ടി എടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയും ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുവാണ്. പഴവും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സായി വരണം. അതും ഇതുപോലെ നോർമൽ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞ് അടിയിൽ പിടിച്ചു പോവും. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഇതുപോലെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കയ്യിലെടുക്കുന്ന തരത്തിൽ ഉണക്കമുന്തിരിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ നട്ട്സ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ വലിയ പീസായിട്ട് കിടന്നാൽ സെറ്റാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നട്ട്സ് ചേർത്തിട്ടില്ല. പിന്നെ ഒരു പഞ്ചസാര, അത് ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ചേർത്തിരിക്കുന്നത്. പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. അപ്പം മധുരം കുറച്ച് മതി എന്നുള്ളവർ 1/4 കപ്പ് ചേർത്താലും മതി. നന്നായിട്ട് മധുരം വേണമെന്നുള്ളവർക്ക്, ഇഫ്താറൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1/2 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് മെൽറ്റായിട്ട് നല്ല കുഴഞ്ഞ് വരും ഇത്. അപ്പോൾ അങ്ങനെയൊന്നും ആവണം. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ല നമ്മൾ കഴിക്കാൻ പരുവത്തിന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ എടുത്ത ക്വാണ്ടിറ്റിക്ക് 4 മുട്ട മതിയാവും. അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കണം. അപ്പോൾ 4 മുട്ടയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ മുട്ട തന്നെയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മുട്ടയിൽ ആ കട്ടയൊന്നും കിടക്കാതെ നല്ല വൃത്തിയായിട്ടൊന്ന് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ മിക്സിയിലിട്ട് ഒരുപാട് അടിച്ചാൽ അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. സ്പൂണിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുത്താലും മതി. ഇതുപോലെ ആയി കിട്ടണം. അപ്പോൾ നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്യാനുള്ള മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ നല്ല വലുതായിട്ട് കിട്ടും. ഇനി ബ്രെഡിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ബനാന മിക്സ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബനാന നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ അതിൽ പിന്നെ നമ്മൾ തേങ്ങയും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ബ്രെഡിനകത്ത് ഇത് തേച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പുറത്തേക്ക് ആവരുത്, ജസ്റ്റ് ഫില്ലാവുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബ്രെഡ് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്യണം. നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ ചെയ്യുന്ന പോലെ കവർ ചെയ്ത് കൊടുക്കണം. കവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബ്രെഡിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ലെയറും കൂടി ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് സ്പൂണിട്ട് ഒരുപാട് കുത്താനൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ ബ്രെഡ് പൊട്ടിപ്പോവും. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ 3 ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഒരു 4 ലെയറാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലെയറും കൂടിയുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് മറ്റേ ബ്രെഡ് കൊണ്ട് വെക്കാൻ. അപ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ബ്രെഡും കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടി ഇല്ലാതായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു 4 ബ്രെഡിൽ ഇതങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. 5 വരെയൊക്കെ നോർമലി ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ലാതെ എടുക്കാം.
അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുള്ള ആ മിക്സ് തേച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് തേച്ച് കോരി ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഫില്ലാവുന്നവരെ തേച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലും തേച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതുപോലെ തേച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ പൊട്ടിപ്പോവാതെ മറിച്ചിടാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നല്ല സോഫ്റ്റ് ബ്രെഡ് ആണെങ്കിൽ പൊട്ടിപ്പോവാതെ ഇങ്ങനെ സെറ്റായിട്ട് അങ്ങ് ഇരുന്നോളും. കാര്യം നല്ല ബനാന പഴുത്തതായതുകൊണ്ട് നല്ല ഒട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡും തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അരികുകൾ നമുക്കൊന്ന് പതുക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അരികുകൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് തേച്ചതിന് ശേഷം ഈ സൈഡുകൾ കട്ട് ചെയ്ത് കളയുന്നത്. സൈഡ് അങ്ങ് ഒരുപാട് കയറ്റി കട്ട് ചെയ്യേണ്ട, അകത്ത് ഫില്ലിംഗ് ഉണ്ട്, അതും കൂടി നഷ്ടപ്പെട്ടു പോകും. ജസ്റ്റ് ഒന്ന് ആ ബ്രൗൺ കളർ പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ അങ്ങനെ 4 സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ സൂക്ഷിച്ചെടുത്ത് പെട്ടെന്നൊന്ന് സൈഡുകൾ മുക്കിയെടുക്കണം. ഒരുപാട് നേരം ആ മുട്ടയിൽ അങ്ങ് ഡിപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല. ജസ്റ്റ് കൈ കൊണ്ട് എടുത്തിട്ട് പെട്ടെന്ന് 4 സൈഡും ഒന്ന് മുക്കിയിട്ട് ഇങ്ങെടുക്കണം. ഇപ്പോൾ 4 സൈഡിലും നന്നായിട്ട് മുട്ടയുടെ മിക്സ് ആയിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇനി ഇതുപോലെ ഒരു പരന്ന പാൻ വയ്ക്കണം. നമ്മുടെ ഫ്രൈ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനും ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ നേരത്തെ നെയ്യ് ഒരുപാട് ഉപയോഗിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നില്ല, ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബ്രെഡിൻ്റെ സെറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ബ്രെഡാണ്, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുപോലെ ഇതുപോലെ ഒരു അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ അകത്തൊന്നും കുക്കാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നെയ്യിൽ വരട്ടിയ പഴമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സൈഡുകളൊക്കെ ഒന്ന് ആ മുട്ടയുടെ നനവ് മാറിയാൽ മതി. അപ്പോൾ ചെറിയ തീയിലിട്ട് ഒരു സൈഡ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, വളരെ കുറഞ്ഞ തീയാണ് വേണ്ടിയത്. അപ്പോൾ ആ ഒരു സൈഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ അടച്ച് വെച്ച് തന്നെ വേവിക്കുക. അപ്പോൾ സൈഡും കൂടെയൊക്കെ ഏകദേശം വേകും. പിന്നെ അത് കഴിഞ്ഞാൽ സൈഡുകൾ ഇങ്ങനെ 2 സ്പൂണിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് 4 സൈഡ്, ഇപ്പോൾ കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അങ്ങ് ഇരുന്നോളും. അപ്പോൾ 4 സൈഡും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ സൈഡും ആ ഒരു ഇതിൽ കുക്ക് ചെയ്തെടുക്കുവാണ്. എല്ലാ സൈഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വന്നാൽ മതി. ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് വേകാൻ വേണ്ടിയിട്ട് വേറെ നമ്മളൊന്നും വെച്ചിട്ടില്ല, എല്ലാം കുക്ക് ചെയ്ത സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇത് ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല കാണാനും ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്